കഥ ആരംഭിക്കുന്നത് വാഷിംഗ്ടണിലെ സിയാറ്റിലുള്ള ഒരു ഹൈസ്കൂളിൽ നിന്നുമാണ്. ലൈറ്റ് ടേണർ എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി നമ്മൾ പരിചയപ്പെടുന്നു. ലൈറ്റ് ടേണർ ഒരു പാവം പയ്യനാണ്. കുട്ടികൾക്ക് ഹോംവർക്കും മറ്റു കാര്യങ്ങളുമൊക്കെ എഴുതി കൊടുത്തും അസൈൻമെന്റ് ഒക്കെ തയ്യാറാക്കി കൊടുത്തുമൊക്കെ അവരിൽ നിന്ന് പണമുണ്ടാക്കിയൊക്കെയാണ് അവന്റെ പോക്കറ്റ് മണി കണ്ടെത്തുന്നതൊക്കെ. എല്ലാം നല്ല രീതിയിൽ അവന്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോവുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവനങ്ങനെ ഹോംവർക്കുകളൊക്കെയായി ഇരിക്കുമ്പോ പെട്ടെന്ന് അവിടുത്തെ അന്തരീക്ഷം മാറിമറിയാൻ തുടങ്ങി. വളരെ വേഗത്തിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് അങ്ങോട്ടേക്കൊരു ബുക്ക് പതിച്ചു. ലൈറ്റ് ആ ബുക്ക് നോക്കിക്കണ്ടിരുന്നു. അവൻ ആ ബുക്ക് കൈകളിലെടുത്തു. ഡെത്ത് നോട്ട് എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അവൻ ആ ബുക്ക് കൈവശം വെച്ചപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. അവൻ ആ ബുക്കും എടുത്ത് മഴ കൊള്ളാതെ കെട്ടിടത്തിനകത്തേക്ക് ഓടാൻ ആരംഭിച്ചു. അങ്ങനെ ഓടുന്ന വഴിക്കാണ് കെന്നി ഡോയൽ എന്നു പേരുള്ള ബുള്ളിയായുള്ള ഒരു പയ്യൻ മറ്റൊരു പയ്യനെ ഉപദ്രവിക്കുന്നത് അവൻ കാണുന്നത്. ആ പയ്യനെ സഹായിക്കണം എന്ന് തോന്നിയ ലൈറ്റ് കെന്നിയെ ചോദ്യം ചെയ്യാൻ മുമ്പോട്ട് ചെന്നു. പക്ഷെ അതൊരിക്കലും നല്ലൊരു ഐഡിയയായിരുന്നില്ല. കെന്നി നല്ല ഒരു ഒറ്റ പഞ്ചിന് ലൈറ്റിനെ ബോധം കെടുത്തി താഴെ വീഴ്ത്തി. ബോധം തെളിയുമ്പോ അവൻ പ്രിൻസിപ്പൽ ഓഫീസിലായിരുന്നു. അവന്റെ കയ്യിൽ അവൻ എഴുതി കൊടുക്കാൻ വെച്ച അസൈൻമെന്റ് ഒക്കെ പ്രിൻസിപ്പൽ കൈവശപ്പെടുത്തിയിരുന്നു. പണം വാങ്ങി അവൻ അസൈൻമെന്റ് വിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ പ്രിൻസിപ്പൽ ഇതിന്റെ ഭവിഷ്യത്ത് ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും എന്നവനെ വാൺ ചെയ്തു. അങ്ങനെ തൽക്കാലത്തേക്ക് ക്ലാസ് മുറിയിൽ തനിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ലൈറ്റിന് വരികയാണ്. ക്ലാസ് മുറിയിൽ അവൻ തുടരുമ്പോൾ നേരത്തെ കിട്ടിയ ഡെത്ത് നോട്ട് എന്ന പുസ്തകമുണ്ടല്ലോ, അത് തുറന്നു നോക്കാൻ അവൻ തീരുമാനിച്ചു. ആ ബുക്ക് അവൻ തുറന്നപ്പോ അതിൽ ആദ്യമേ കുറച്ച് റൂൾസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരെഴുതിയാൽ എങ്ങനെ മരിക്കണം എന്ന് കൂട്ടിയെഴുതിയാൽ അയാൾ ആ രീതിയിൽ അധികം വൈകാതെ കൊല്ലപ്പെടും എന്നതായിരുന്നു ഒന്നാമത്തെ റൂൾ. രണ്ടാമത്തെ നിയമം എന്തെന്നാൽ ഇങ്ങനെ ഒരാളെ കൊല്ലണമെങ്കിൽ അയാളുടെ യഥാർത്ഥ പേരെഴുതണം. ഒപ്പം പേരെഴുതുന്ന വ്യക്തിക്ക് കൊല്ലപ്പെടാൻ പോകുന്ന വ്യക്തിയുടെ മുഖവും വ്യക്തമായി അറിഞ്ഞിരിക്കണം. അവനത് വായിച്ചു തീർന്നപ്പോഴേക്കും പെട്ടെന്ന് ആ മുറിയിൽ, അതായത് സ്കൂളിൽ, വലിയ തോതിൽ പവറിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ലൈറ്റുകൾ മിന്നിത്തെളിഞ്ഞു. വലിയ തോതിൽ കാറ്റു വീശുന്നു. എന്താ സംഭവിക്കുന്നതെന്നറിയാൻ അവൻ എഴുന്നേറ്റ് ചെന്ന് നോക്കി. അവിടെതാ വളരെയധികം ഉയരമുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു ക്രിയേച്ചർ വന്നിരിക്കുന്നു. ഭയന്നവൻ ഓടാൻ തുടങ്ങി. പക്ഷെ ആ ക്രിയേച്ചർ തന്റെ ശക്തിയാൽ അവന്റെ മുമ്പിലെ ഡോർ അടച്ചു. വലിയ തോതിൽ കാറ്റു വീശുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയന്ന് ലൈറ്റ് ടീച്ചേഴ്സ് ഡെസ്കിന്റെ അടിയിൽ കയറി ഒളിച്ചെങ്കിലും ആ ക്രിയേച്ചർ അതടക്കം എടുത്തു മാറ്റി. പിന്നാലെ അവന്റെ അടുത്ത് വന്നു. ആ ക്രിയേച്ചറെ അവൻ മുഖത്തോട് മുഖം നോക്കിക്കണ്ടു. അത് യാഥാർത്ഥ്യത്തിൽ മരണത്തിന്റെ മാലാകയായിരുന്നു. റിയൂക്ക് എന്നാണ് അതിനെ വിളിക്കപ്പെട്ടിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു ജാപ്പനീസ് ഡെത്ത് ഗോഡ്. റിയൂക്ക് എന്ന് ലൈറ്റിനോട് സംസാരിച്ചു. ജനലിലൂടെ നോക്കാൻ പറഞ്ഞു. ലൈറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവനെ നേരത്തെ ബുള്ളി ചെയ്ത ആ പയ്യനുണ്ടല്ലോ, അവൻ മറ്റൊരു പയ്യനെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു. കെന്നി ഡോയൽ. ഇവനെ പോലുള്ളവർക്ക് ശിക്ഷ കൊടുക്കാൻ ഈ ബുക്ക് ഉപയോഗിക്കാം എന്ന മട്ടിൽ റിയൂക്ക് അവനെ കൺവിൻസ് ചെയ്തതും അവൻ ഒട്ടും മടിച്ചില്ല. കെന്നി ഡോയലിന്റെ പേര് ആ ബുക്കിൽ എഴുതി. റിയൂക്ക് അവനോട് കോസ് ഓഫ് ഡെത്തും, അതായത് മരണകാരണവും എഴുതാൻ പറഞ്ഞതോടെ അവനതും എഴുതുകയാണ്. അധികം വൈകിയില്ല. സെക്കൻഡുകൾക്കകം അവന്റെ കൺമുമ്പിൽ വെച്ച് അവൻ എഴുതിയ പോലെ തന്നെ കെന്നിയുടെ മരണം നടന്നു. തന്റെ മുമ്പിൽ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ലൈറ്റിനെ ഞെട്ടിച്ചിരുന്നു. പക്ഷെ പിന്നാലെ തന്റെ മുമ്പിലുള്ള സാധ്യതയെ പറ്റി ഓർത്ത് അവൻ വല്ലാതെ അത്ഭുതപ്പെടുകയും ചെയ്തു. കൂട്ടത്തിൽ ലൈറ്റ് ഒരു കാര്യം മനസ്സിലാക്കി. ആ ബുക്കിന്റെ റൂൾസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് വെറുതെ തമാശയല്ല. തൊട്ടുപുറകെ റിയൂക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അന്ന് രാത്രിയിൽ വീട്ടിലെത്തിയ ലൈറ്റ് അച്ഛനൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. ലൈറ്റിന്റെ അച്ഛൻ ജെയിംസ് ഒരു ഡിറ്റക്റ്റീവാണ്, FBI ഉദ്യോഗസ്ഥൻ. കെന്നിയുടെ മരണത്തെപ്പറ്റിയും ലൈറ്റിന്റെ സ്കൂളിൽ നിന്നുള്ള ശിക്ഷയെപ്പറ്റിയുമൊക്കെ അവർ തമ്മിൽ സംസാരം നടന്നു. പതിയെ സംസാരം വലിയ വാക്കുതർക്കത്തിലേക്ക് കടക്കുകയാണ്. ലൈറ്റിന്റെ അമ്മ കൊല്ലപ്പെട്ടതായിരുന്നു. കൊലപാതകി അവന്റെ അച്ഛൻ ഡിറ്റക്റ്റീവ് ആയിട്ടുകൂടി തന്റെ സ്വാധീനം കൊണ്ടും മറ്റും രക്ഷപ്പെട്ടു. അതിനെപ്പറ്റി അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവൻ തന്റെ മുറിയിലേക്ക് വന്നു. മുറിയിൽ കയറുമ്പോൾ റിയൂക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. റിയൂക്ക് പിന്നാലെ ആ ബുക്കിന്റെ അടുത്ത കുറച്ച് റൂളുകൾ ലൈറ്റിന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അതായത് അവൻ ആ ബുക്കിൽ ആരുടെയെങ്കിലുമൊക്കെ പേരെഴുതി അവരെ 48 മണിക്കൂർ നേരത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് കൃത്യം 48 മണിക്കൂർ ലൈറ്റിന് അവരെ നിയന്ത്രിക്കാം. എല്ലാം കൊണ്ടും ലൈറ്റ് ആകെ ദേഷ്യം വന്നിരിക്കുകയായിരുന്നല്ലോ. ബുക്കെടുത്ത് തന്റെ അമ്മയുടെ കൊലപാതകിയുടെ പേര് അവൻ അതിൽ കുറിച്ചു. ആന്റണി എന്നായിരുന്നു അയാളുടെ പേര്. ലൈറ്റ് എഴുതിയ പോലെ തന്നെ ബാറിലിരുന്ന ആന്റണി കൊല്ലപ്പെട്ടു. അടുത്ത ദിവസം ലൈറ്റ് സ്കൂളിൽ പോയി. അവിടെ വെച്ച് മിയ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അവൻ മീറ്റ് ചെയ്തു. മേക്കുമേൽ ലൈറ്റിന് കുറച്ചധികം നാളുകളായ ഒരു ക്രഷ് ഉണ്ട്. മിയയോട് അവനൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചു. ഡെത്ത് ബുക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ മിയക്ക് അതൊന്നും അത്ര വിശ്വാസമാവുന്നുണ്ടായിരുന്നില്ല. അതോടെ റിയൂക്കിനെ കാണിച്ചു കൊടുക്കാൻ അവൻ അവളെയും കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ആ ബുക്കിന്റെ കീപ്പർ ആരാണോ അയാൾക്ക് മാത്രമേ റിയൂക്കിനെ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. മിയയെ വിശ്വസിപ്പിക്കാൻ മറ്റെന്താണ് വഴി എന്നവൻ ആലോചിച്ചു. പിന്നാലെ അവൻ ഒരു കാര്യം ചെയ്തു. അവിടുത്തെ ലൈവ് ബ്രോഡ്കാസ്റ്റ് ചാനൽ വെച്ചു. അതിൽ ഒരു സിറ്റുവേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. ഒരു പ്രശ്നക്കാരൻ കുറച്ചാളുകളെ തോക്കിൻ മുനയിൽ ബന്ദികളാക്കി വെച്ച് വലിയ
പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജെയിംസ് ബ്രോഡി എന്നായിരുന്നു ആ ക്രിമിനലിന്റെ പേര്. ലൈറ്റ് ബുക്കിൽ ജെയിംസിന്റെ പേരെഴുതി വേണ്ട ഡീറ്റെയിൽസും എഴുതി. പുറത്തേക്ക് ഇറങ്ങി വന്ന ലൈറ്റ് അവിടെ തന്നെ ആക്രമിക്കാൻ എത്തിയിരുന്ന മിലിറ്ററിക്ക് സെല്യൂട്ട് അടിച്ച ശേഷമായിരുന്നു കൊല്ലപ്പെട്ടത്. അത്രയും നേരം മിയ ആ വീഡിയോ നോക്കിക്കണ്ടല്ലോ. മരിക്കുന്നതിന് മുമ്പ് അവൻ ആ ബുക്കിൽ എഴുതിയ കാര്യങ്ങൾ മിയക്ക് കാണിച്ചു കൊടുത്തു. അവനായി എഴുതിയിരുന്നത് പോലെ തന്നായിരുന്നു ഏറെ വിചിത്രമായ രീതിയിൽ മരണത്തിന് മുമ്പ് ജെയിംസ് പെരുമാറിയത്. മിയക്ക് അതോടെ ലൈറ്റിനെ പൂർണ്ണ വിശ്വാസമായി. മിയയും ലൈറ്റും കൂടി ആ ബുക്കിനെ പറ്റിയും അതിന്റെ സാധ്യതകളെ പറ്റിയും സംസാരിച്ചു. ആ ബുക്ക് ഉപയോഗിച്ച് ഈ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഒരിടമാക്കി നമുക്ക് മാറ്റിയാലോ എന്ന മട്ടിലെ അവരുടെ സംസാരം അത്തരത്തിൽ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. ലോകം ചെകുത്താന്റെ ഇടമാക്കുന്ന ഏകാധിപതികളെയും ക്രിമിനൽസിനെയും ഒക്കെ പേരെഴുതി കൊലപ്പെടുത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അവരത്തരത്തിൽ തങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ ആരംഭിച്ചു. പക്ഷേ അന്വേഷണം വരുമ്പോൾ അന്വേഷണം തിരിച്ചുവിടണമല്ലോ. ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് മറ്റേതെങ്കിലും ഒരു പേരിലേക്ക് തിരിച്ചുവിടാൻ ഒരു ഐഡന്റിറ്റിയും അവർ ക്രിയേറ്റ് ചെയ്തു. ജാപ്പനീസ് വേർഡായ കിറ എന്ന വേർഡായിരുന്നു അവർ അതിനെ തിരഞ്ഞെടുത്തത്. കിറയാണ് അത്തരത്തിൽ കൊലപാതകങ്ങൾ ചെയ്യുന്നത്, അതിന് വഴിയൊരുക്കുന്നത് എന്നവർ പബ്ലിസിറ്റി ചെയ്തു. കില്ലർ എന്നതിന്റെ ജാപ്പനീസ് ഫോമായിരുന്നു കിറ. അതാവുമ്പോൾ അന്വേഷണം അമേരിക്കയിലുള്ള അവരെ ബാധിക്കാതെ ജപ്പാനിലേക്ക് തിരിയുമല്ലോ എന്നൊക്കെ അവർ കരുതിയിരുന്നു. പതിയെ പതിയെ ലോകത്തിന്റെ പല ഭാഗത്തും ദുഷ്ടവ്യക്തിത്വങ്ങൾ കൊല്ലപ്പെട്ടു വീണുകൊണ്ടിരുന്നു. അതോടെ നാടൊട്ടുക്കും കിറക്ക് വലിയ ജനപ്രീതി ലഭിച്ചു. പോരാത്തതിന് ചില ആളുകൾ കിറയെ ആരാധിക്കാൻ വരെ ആരംഭിച്ചു. അങ്ങനെയാണ് കിറയെപ്പറ്റി അന്വേഷിക്കാൻ പേരൊന്നും അധികം വെളിപ്പെടുത്താത്ത, മുഖം പോലും ഈ ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത എൽ എന്ന ഡിറ്റക്റ്റീവ് കടന്നുവരുന്നത്. എൽ എന്ന പേര് മാത്രമായിരുന്നു അയാളെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നത്. ആളൊരു ഇന്റർപോൾ ഏജന്റ് ആണ്. പബ്ലിക്കിൽ ഇറങ്ങിയാൽ എൽ തന്റെ ഫേസ് മറച്ചിട്ടായിരുന്നു അന്വേഷണങ്ങൾ നടത്തിയിരുന്നത്. ആദ്യം ടോക്കിയോയില്, അതായത് ജപ്പാനിലൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും എല്ലിന് വലിയ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല. ഒടുവിൽ ഡാറ്റാബേസും മറ്റ് കാര്യങ്ങളുമൊക്കെ പരിശോധിച്ചപ്പോൾ സിയാറ്റിൽ കേന്ദ്രീകരിച്ചാണ് ആ വ്യക്തിയുള്ളത്, കിറയുള്ളത് എന്ന കാര്യം എല്ല് മനസ്സിലാക്കി. കൂട്ടത്തിൽ അയാൾ ചിലപ്പോ ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്രിമിനൽ ലിസ്റ്റിലേക്ക്, ആ ഡാറ്റാബേസിലേക്ക് ആക്സസ് ഉള്ള മറ്റാരോ ആണ് എന്ന് ഊഹിച്ചിരുന്നു. കിറയുടെ കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ കിറ എന്ന വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്നത് ജെയിംസ് ബ്രോഡി എന്ന ക്രിമിനൽ ബന്ദിയാക്കിയപ്പോൾ ചില വിചിത്രമായ രീതികൾ ചെയ്ത് കൊല്ലപ്പെട്ടത് മുതലാണ് എന്നാൽ തിരിച്ചറിഞ്ഞു. ബ്രോഡി അതിനു മുമ്പ് അത്തരത്തിൽ വിചിത്രമായി പ്രവർത്തിക്കുകയോ പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്തിട്ടുള്ള ആളല്ല എന്നതുകൂടി കൂട്ടിച്ചേർത്ത് വായിച്ചപ്പോൾ മറ്റാരോ ആണ് ഇതിനു പിന്നിലുള്ളത് എന്നാൽ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ കൂടുതൽ അന്വേഷണത്തിൽ മിക്കവാറും പോലീസുമായി അടുത്ത ബന്ധമുള്ള സിയാറ്റിൽ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്റ്റുഡന്റ് ആയിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന ഊഹത്തിലേക്ക് വരെ എത്തിച്ചേർന്നു. കൂടുതൽ കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചപ്പോൾ ഒരാളുടെ യഥാർത്ഥ പേരും അയാളുടെ മുഖവും അറിഞ്ഞാൽ മാത്രമേ കിറയ്ക്കൊരാളെ വകവരുത്താനും സാധിക്കൂ എന്നും എൽ തിരിച്ചറിഞ്ഞു. എൽ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. സ്വാഭാവികമായും ലൈറ്റിന്റെ പേരും അതിൽ ഉൾപ്പെടുകയാണ്. കാരണം ലൈറ്റിന്റെ അച്ഛൻ ജെയിംസ് പോലീസിലാണല്ലോ. അതുവഴിയിൽ അവന് പോലീസിലേക്ക് ആക്സസ് ഉണ്ടാകാം. അങ്ങോട്ടേക്ക് എത്തിയ എൽ ജെയിംസിനെ കണ്ട് സംസാരിച്ചു. കിറയെ കണ്ടെത്താൻ ജെയിംസിന്റെ സഹായം ആവശ്യപ്പെട്ടു. പിന്നാലെ അവിടെ ഒരു ബ്രോഡ്കാസ്റ്റിലേക്ക്, അതായത് ഒരു പത്രസമ്മേളനത്തിലേക്ക് എൽ ഇറങ്ങിച്ചെന്നു. മുഖം മറിച്ചിട്ടായിരുന്നു എല്ലിന്റെ വരവ്. ധൈര്യമുണ്ടെങ്കിൽ കിറയോട് തന്നെ കൊല്ലുവാൻ എല്ലൊരു വെല്ലുവിളി നടത്തി. എല്ലിന്റെ മുഖമോ യഥാർത്ഥ പേരോ അറിയാതെ കിറയ്ക്ക് അവനെ കൊല്ലാൻ പറ്റില്ല എന്നെല്ലിന് ഉറപ്പുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ജെയിംസ് വീട്ടിലെത്തിയപ്പോൾ എല്ലിനെ പറ്റി എന്തെങ്കിലും വിവരമൊക്കെ അറിയാൻ പറ്റുമോ എന്ന തരത്തിൽ വളരെ വിദഗ്ധമായി ലൈറ്റ് അച്ഛനോട് സംസാരിച്ചു. പക്ഷേ മറ്റുള്ളവർക്കറിയാവുന്ന അതേ വിവരങ്ങൾ മാത്രമേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും അവന്റെ അച്ഛനും അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ സംസാരിച്ചപ്പോൾ എല്ലിന്റെ റൈറ്റ് ഹാൻഡ് മാനായ ബത്താരിയെ പറ്റിയുള്ള വിവരങ്ങൾ ലൈറ്റിന് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്ത ദിവസം ലൈറ്റ് മിയയെ മീറ്റ് ചെയ്തു. മിയ ലൈറ്റിനോട് നിലവിൽ കിറയുടെ കേസ് അന്വേഷിക്കുന്ന FBI ഏജന്റ്സും മറ്റുമുണ്ടല്ലോ, അവരുടെയൊക്കെ പേരെഴുതി അവരെ അങ്ങ് വകവരുത്തിയേക്ക് എന്ന തരത്തിൽ മിയ പറഞ്ഞു. പക്ഷേ ലൈറ്റിന് അതങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നില്ല. ഇന്നസെന്റ് ആയ ആളുകളെ കൊലപ്പെടുത്താൻ അവൻ ഒരുക്കമായിരുന്നില്ല. പിന്നീടാണ് ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത്. കിറയ്ക്കെതിരെ കേസ് അന്വേഷണം നടത്തിയിരുന്ന ഓഫീസേഴ്സ് എല്ലാവരും ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി അവിടെ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ആദ്യമായിട്ടായിരുന്നു ഇന്നസെന്റ് ആയ ആളുകളുടെ ജീവനെടുക്കാൻ കിറ ആ ബുക്ക് ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ വാർത്തകൾ മുഴുവൻ പരന്നു. പക്ഷേ ലൈറ്റിന് അത് ഞെട്ടലുണ്ടാക്കിയിരുന്നു. കാരണം ലൈറ്റ് അവരുടെ പേരുകളൊന്നും ബുക്കിൽ എഴുതിയിട്ടേയില്ല. റിയൂക്ക് അത് നേരിട്ട് ചെയ്തതാണ് എന്ന് തെറ്റിദ്ധരിച്ച ലൈറ്റ് അതിന്റെ പേരിൽ റിയൂക്കിനെ ഒരുപാട് കുറ്റപ്പെടുത്തി. റിയൂക്കിനെയും ഇങ്ങനെ തുടർന്നാൽ, ഇതുപോലെ മോശം പ്രവൃത്തികൾ ചെയ്താൽ റിയൂക്കിന്റെ പേര് താൻ ബുക്കിലെഴുതും എന്ന മട്ടിൽ അവൻ പറഞ്ഞപ്പോൾ റിയൂക്ക് പറഞ്ഞു, ഇതിനു മുമ്പും പലരും എന്റെ പേരെഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്.
എഴുതിയിട്ടുണ്ട്. പക്ഷേ 2 അക്ഷരം വരെ മാത്രമേ അവർക്കതിൽ എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അധികം വൈകാതെ ജെയിംസിന്റെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം നടന്നു. ഇന്നസെന്റായ കുറേയധികം FBI ഏജൻസിന്റെ ആണല്ലോ കിറ കൊന്നത്. അതിനെതിരെ ജെയിംസ് പ്രതികരിച്ചു. തന്നെയും കൊന്നേക്കാൻ ജെയിംസ് കിറയെ വെല്ലുവിളിച്ചു. പക്ഷേ കിറയുന്നത് ലേറ്റാണല്ലോ. ലേറ്റിനൊരിക്കലും തന്റെ അച്ഛനെ കൊലപ്പെടുത്താൻ പറ്റില്ലല്ലോ. ജെയിംസിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇതെല്ലാം മെല്ലെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജെയിംസ് അത്തരത്തിലൊരു വെല്ലുവിളി നടത്തിയിട്ടും ജെയിംസിനൊന്നും സംഭവിച്ചില്ല. അതോടെ ലേറ്റ് തന്നെയായിരിക്കും കിറയെന്ന് എല്ലുറപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ലേറ്റ് ഒരു കഫയിലിരിക്കുകയായിരുന്നു. ലേറ്റിന്റെ മുമ്പിലെത്തി. എന്നിട്ട് ലേറ്റിനോട് പറഞ്ഞു, നീയാണ് കിറയെന്ന് എനിക്കറിയാം. വൈകാതെ ഞാനത് തെളിയിക്കുകയും ചെയ്യും. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നെ കൊന്നേരെ. അത് പറഞ്ഞ് ലേറ്റിന് മുമ്പിൽ വെച്ച് തന്റെ മുഖം മൂടി മാറ്റി. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ലേറ്റിന് തോന്നിയിരുന്നു. അവൻ മിയക്കെടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു. പിന്നാലെ എല്ലിനെ കൊലപ്പെടുത്തണമെങ്കിൽ എല്ലിന്റെ മുഴുവൻ പേര് വേണമല്ലോ. അതിനുവേണ്ടി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു. എല്ലിന്റെ വലങ്കയ്യായ വത്താരി ഉപയോഗിച്ച് എല്ലിന്റെ മുഴുവൻ പേര് കണ്ടെത്താനും എല്ലിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്താനും ശ്രമിക്കാം എന്നായിരുന്നു ലേറ്റ് ചിന്തിച്ചത്. വത്താരിയുടെ പേര് ബുക്കിലെഴുതി വത്താരിയെ 48 മണിക്കൂർ നേരത്തേക്ക് കൺട്രോൾ ചെയ്യാൻ ലേറ്റ് തീരുമാനിച്ചു. അങ്ങനെ 2 ദിവസം വത്താരിയെ നിയന്ത്രിച്ച് ലേറ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ വത്താരിയുടെ പേരെഴുതിയ മരണകാരണം എഴുതിയ പേജ് താൻ കത്തിച്ചു കളയുമെന്നും അപ്പോൾ വത്താരി കൊല്ലപ്പെടില്ല, അത് നിയമത്തിലുണ്ട് എന്നും ലേറ്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ നിയമത്തിൽ ഒന്നുകൂടിയുണ്ട്. ഒരു പേര് മാത്രമേ അത്തരത്തിൽ റിമൂവ് ചെയ്യാൻ സാധിക്കൂ. വത്താരിയിൽ നിന്ന് വൈകാതെ ലേറ്റിന് കോൾ വന്നു. ലേറ്റാണല്ലോ വത്താരിയെ നിയന്ത്രിക്കുന്നത്. വത്താരിക്കും എല്ലിനെ പറ്റി വേറെ വിവരങ്ങളൊന്നും അറിവുണ്ടായിരുന്നില്ല. എല്ലിനെ പറ്റിയുള്ള വിവരങ്ങൾ ക്ലാസിഫൈഡ് ആണെന്നും ആകെ എല്ലിനെ പറ്റിയുള്ള വിവരമറിയാൻ, എല്ലിന്റെ പേരറിയാൻ ഒരേ ഒരു വഴിയുള്ളൂ എന്നും എല്ലൊരു അനാഥാലയത്തിൽ നിന്നാണ് വന്നത്, അവിടുത്തെ റെക്കോർഡ്സ് പരിശോധിച്ചാൽ കിട്ടും എന്നും വത്താരി പറഞ്ഞു. അങ്ങനെ വത്താരി ഉപയോഗിച്ച് തന്നെ ആ വിവരമെടുക്കാൻ ലേറ്റ് ശ്രമം ആരംഭിച്ചു. ബുക്കിലെഴുതിയതോടെ വത്താരി ആയിടത്തേക്ക് പുറപ്പെട്ടു. ഇതേസമയം മറുവശത്ത് വത്താരിയുടെ ഈ തിരോധാനം എല്ല് ശ്രദ്ധിച്ചിരുന്നു. വത്താരി അങ്ങനെ ഒന്നും പറയാതെ പോകുന്ന വ്യക്തിയൊന്നുമല്ല. മൊത്തത്തിൽ എല്ലിന് ഒരുപാട് കൺഫ്യൂഷൻസ് തോന്നി. അധികം വൈകാതെ ലേറ്റ് തന്നെയാണ് വത്താരിയുടെ തിരോധാനത്തിന് പിന്നിൽ എന്നെൽ മനസ്സിലാക്കി. അതോടെ എല്ലിന് ഒരു ഭീതി വരാനും തുടങ്ങി. വത്താരിയെ നിയന്ത്രിക്കാനും കണ്ടെത്താനും എല്ലാതോടെ ഉത്തരവിട്ടു. കൂട്ടത്തിൽ ലേറ്റിന്റെ വീട്ടിൽ വാറന്റ് അടക്കം തയ്യാറാക്കി ഒരു സെർച്ച് വരെ എല്ല് ചെയ്തു. പക്ഷേ ലേറ്റിന്റെ പേരിൽ കുറ്റം ചാർത്താൻ പാകത്തിന് ഒരു തെളിവ് പോലും അവർക്ക് കിട്ടിയിരുന്നില്ല. അടുത്ത ദിവസം ലേറ്റ് മിയെ കണ്ടു. അവിടെ വെച്ച് മിയ ലേറ്റിനടുക്കൽ പറഞ്ഞു, പോലീസ് എത്തുന്നതിന് മുമ്പ് ആ ബുക്ക് മാറ്റിയത് താനാണെന്നും ബുക്ക് തന്റെ കൈവശമുണ്ടെന്നും. വൈകാതെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും മറ്റ് പദ്ധതികൾക്കും വേണ്ടി മിയയും ലേറ്റും കൂടി ഒരു പ്ലാനിലെത്തി. ഹോം കമ്മിങ് ഡാൻസിന്റെ അന്ന് പോലീസ് നിരീക്ഷണത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് വേണ്ടത് പ്രവർത്തിക്കാമെന്നായിരുന്നു അവരുടെ തീരുമാനം. പ്രത്യേകിച്ചും എല്ലെന്ന് പേരുള്ള ആ ഓഫീസറെ വകവരുത്തണം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. വത്താരി വിവരങ്ങൾ തിരയാൻ പോയിട്ടുണ്ടല്ലോ, എല്ലിന്റെ പേര് കിട്ടുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് ലേറ്റാണ് വത്താരിയെ നിയന്ത്രിക്കുന്നത് എന്നാൽ തിരിച്ചറിഞ്ഞു. ന്യൂയോർക്കിലെ ഫീൽഡ് ഓഫീസിലേക്ക് വിളിച്ച് വത്താരിയെ തടയുവാൻ എൽ ഉത്തരവിട്ടു. തൊട്ടു പിന്നാലെ സെക്യൂരിറ്റി ടീം വത്താരി പോയിരുന്ന ആയിടത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇതേസമയം ഹോം കമ്മിങ് ഡാൻസിലുണ്ടായിരുന്ന മേയും ലേറ്റും ചേർന്ന് ഡിറ്റക്റ്റീവ്സിന്റെ കണ്ണുവെട്ടിച്ചു മാറി. വത്താരിയാണെങ്കിൽ എല്ലിന്റെ പേരെടുക്കുന്ന ഡോക്യുമെന്റ്സിന് അടുത്തുവരെ എത്തിയിരുന്നു. സമയം അടുത്തുവരുന്നു. വത്താരിയുടെ പേരെഴുതിയ പേജ് കീറിക്കളഞ്ഞ് അത് കത്തിക്കണം, വത്താരിയെ രക്ഷപ്പെടുത്തണം എന്ന് ലേറ്റ് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ബുക്ക് തുറന്ന സമയമായപ്പോൾ അവൻ ആ പേജ് നോക്കി. ആ പേജ് കാണുന്നുണ്ടായിരുന്നില്ല. അത് കീറിയെടുത്ത് മിയ മാറ്റിയിരുന്നു. വത്താരിയാണെങ്കിൽ എല്ലിന്റെ പേര് കണ്ടെത്തി കഴിഞ്ഞു. അത് ലേറ്റിനോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന സെക്യൂരിറ്റി ടീം വത്താരിയെ വെടിവെച്ചു കൊല്ലുകയാണ്. ലേറ്റ് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി. മിയയാണ് പേജ് കീറിയത് എന്നവൻ അറിയാമായിരുന്നു. മിയ കടുത്തു ചെന്ന് മിയയെ അവൻ എതിരിട്ടു. അപ്പോഴാണ് മിയ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മിയക്ക് ആദ്യം തൊട്ടേ ആ ബുക്കിൽ നോട്ടമുണ്ടായിരുന്നു. അവരിലേക്ക് FBI ഏജൻസ് അന്വേഷിച്ചെത്തുമെന്ന് കണ്ട് അതിലെ ഒരു പേജ് ലേറ്റിന് പോലും മനസ്സിലാവാത്ത തരത്തിൽ കീറിയെടുത്ത് അതിലാ FBI ഏജൻസിന്റെ പേരെഴുതി അവരെ ആത്മഹത്യയിലേക്ക് വഴി നടത്തിയത് മിയയായിരുന്നു. ഞെട്ടലോടെയായിരുന്നു ലേറ്റ് അത് കേട്ടത്. പിന്നാലെ മിയ പറഞ്ഞു, നാളെ രാത്രിയോടെ ലേറ്റും മരണപ്പെടട്ടെ എന്ന മട്ടിൽ താൻ ലേറ്റിന്റെ പേരും വത്താരിയുടെ ആ പേജിൽ എഴുതിയിട്ടുണ്ടെന്ന്. നാളെ രാത്രിക്ക് മുമ്പ് ലേറ്റ് ആ ബുക്ക് തനിക്ക് കൈമാറുകയാണെങ്കിൽ ആ പേജ് കത്തിച്ച് ലേറ്റിനെ താൻ രക്ഷപ്പെടുത്താം എന്ന മട്ടിലും മിയ ലേറ്റിനെ വാൺ ചെയ്തു. ഇതേസമയം തന്റെ പ്രിയ സുഹൃത്ത് തന്റെ വലങ്കൈ വത്താരി കൊല്ലപ്പെട്ട വിവരം എല്ലിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. എല്ലാകെ തകർന്നുപോയി. എല്ലാം കൊണ്ടും മതിയായ എല്ല് തോക്കെടുത്ത് ലേറ്റിനെ വകവരുത്താൻ പുറപ്പെടുകയാണ്.
മറുവശത്ത് ലൈറ്റ് ആകട്ടെ ഡെത്ത് നോട്ടിൽ കാര്യമായി എന്തൊക്കെയോ എഴുതുകയായിരുന്നു. പിന്നാലെ മിയെ വിളിച്ച് അന്ന് രാത്രിയിൽ മിഡ് നൈറ്റോടുകൂടി സിയാറ്റിലെ ഗ്രേറ്റ് വീലിന്റെ അടുത്ത് വന്നാൽ അവിടെ വെച്ച് ബുക്ക് കൈമാറ്റം ചെയ്യാം എന്നവൻ പറഞ്ഞു. മറുവശത്ത് അങ്ങോട്ടേക്ക് പുറപ്പെട്ട ലൈറ്റിന് പിന്നാലെ എത്തിച്ചേർന്നിരുന്നു. ലൈറ്റിനെ ചേസ് ചെയ്യാൻ തുടങ്ങി. ഓടിയോടി ഒടുവിലൊരു ഘട്ടത്തിൽ തോക്കിൻ മുനയിൽ ലൈറ്റിനെ നിർത്തുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് അവിടുത്തെ ഒരു സാധാരണക്കാരൻ വർക്കറും ഇറങ്ങി വന്നിരുന്നു. തോക്കിൻ മുനയിൽ ലൈറ്റിനെ നിർത്തിയിരുന്ന ലൈറ്റാണ് കിറയുന്ന മട്ടിൽ നിന്നെ ഇന്ന് അവസാനിപ്പിക്കുമെന്ന മട്ടിൽ സംസാരിക്കുന്നത് ആ വർക്കർ കേട്ടിരുന്നു. അയാളാകട്ടെ കിറയുടെ ഒരു സപ്പോർട്ടറുമായിരുന്നു. അതോടെ പ്രതീക്ഷിക്കാത്തൊന്ന് സംഭവിച്ചു. അയാൾ എല്ലിനെ ആക്രമിച്ച് ലൈറ്റിനോടുകൂടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. കിട്ടിയ അവസരത്തിൽ ലൈറ്റ് അവിടെ നിന്ന് ഓടിപ്പോരുകയും ചെയ്തു. അങ്ങനെ ലൈറ്റ് ഓടി വീലിനടുത്ത് കാത്തു നിൽക്കുന്ന മിയക്കടുത്തേക്ക് എത്തുകയാണ്. മിയക്കടുത്തവൻ സംസാരിച്ചു. നീ ചെയ്യുന്നത് തെറ്റാണെന്നും നമുക്കിതെല്ലാം ഉപേക്ഷിച്ച് ഒന്നിച്ചിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാമെന്നും എവിടെങ്കിലും സമാധാനത്തോട് ജീവിക്കാം എന്നുമൊക്കെ അവൻ പറഞ്ഞെങ്കിലും മിയ അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഗ്രേറ്റ് വീലിലേക്ക് കയറാൻ അവൻ ആവശ്യപ്പെട്ടു. ഇരുവരും ഗ്രേറ്റ് വീലിൽ കയറി. അതിനു മുകളിൽ വെച്ച് വീണ്ടും അവർ സംസാരിച്ചു. മിയ പക്ഷേ ബുക്ക് വേണം എന്ന് തന്നെ വാശി തുടർന്നു. ഒടുവിൽ ലൈറ്റ് ആ ബുക്ക് കൈമാറി. അപ്പോഴാണ് മിയ ഒരു കാര്യം തിരിച്ചറിയുന്നത്. അവളുടെ പേരടക്കം ആ ബുക്കിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന്. അവൾ ആ ബുക്ക് അവനിൽ നിന്ന് വാങ്ങിയാൽ അവൾ കൊല്ലപ്പെടട്ടെ എന്ന മട്ടിൽ ലൈറ്റ് ആ ബുക്കിൽ എഴുതി വെച്ചിരുന്നു. അധികം വൈകിയില്ല. ബുക്ക് അവനിൽ നിന്നും അവൾ വാങ്ങിയതും റിയൂക്കെത്തി ആ ജയൻ വീല് തന്നെ കൊളാപ്സ് ചെയ്യിപ്പിച്ചു. മിയ അതിൽ നിന്ന് താഴേക്ക് പതിച്ചു. ആ വീഴ്ചയിൽ മിയ കൊല്ലപ്പെട്ടിരുന്നു. ലൈറ്റും ബുക്കുമാകട്ടെ അടുത്തുള്ള നദിയിലേക്കായിരുന്നു വീണതും. ലൈറ്റിന്റെ പേരെഴുതിയിരുന്ന പേജാകട്ടെ പറന്നു വീണത് അടുത്ത തീ കത്തുന്ന വീപ്പയിലേക്കുമായിരുന്നു. ലൈറ്റ് അതോടെ സർവൈവ് ചെയ്തു. അങ്ങോട്ടേക്ക് എത്തിയൽ ഈ കാഴ്ചകളൊക്കെ നോക്കിക്കണ്ടിരുന്നു. അധികം വൈകാതെ വൃദ്ധനായ ഒരു മനുഷ്യൻ വന്ന് നദിയിലേക്ക് വീണിരുന്ന ആ ബുക്ക് എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ലൈറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കപ്പെട്ടിരുന്നു. 2 ദിവസമായി അവൻ കോമയിൽ കിടക്കുകയാണ്. ലൈറ്റ് കോമയിലായിരുന്നിട്ടും 4 കൊലപാതകങ്ങൾ കിറയുടെ പേരിൽ നടന്നിരുന്നു. അതോടെ ലൈറ്റ് ആയിരിക്കില്ല കില്ലർ എന്ന മട്ടിലുള്ള വാദങ്ങൾ ഉയർന്നു. എല്ലിന്റെ കണ്ടെത്തൽ തെറ്റാണെന്ന് അവർ പറഞ്ഞു. ആകെ നിരാശനായ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോരുകയാണ്. എല്ലിനെ സംബന്ധിച്ച് എല്ലിനെ സത്യങ്ങളൊക്കെ അറിയാമായിരുന്നു. താൻ ഇനി കേസ് അന്വേഷിക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു അവൻ ആ നഗരം വിട്ട് തന്നെ പോവാൻ തുടങ്ങിയത്. പക്ഷേ വിമാനത്തിൽ കയറിയപ്പോൾ എല്ലൊരു കാര്യം ആലോചിച്ചു. ലൈറ്റിനെ തോക്കിൻ മുനയിൽ എല്ല് നിർത്തിയ സമയത്ത് ഒരു കാൽക്കുലസ് ബുക്കിന്റെ കാര്യമൊക്കെ മിയെ പറ്റിയുള്ള കാര്യമൊക്കെ ലൈറ്റ് പറഞ്ഞിരുന്നു. അതോർത്തി അവൻ വിമാനത്തിൽ നിന്നിറങ്ങി നേരെ മിയയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മറുവശത്ത് ഹോസ്പിറ്റലിൽ ലൈറ്റിന് ബോധം തെളിഞ്ഞിരുന്നു. അവന്റെ അച്ഛൻ ജെയിംസ് ലൈറ്റിനോട് സംസാരിക്കുകയാണ്. നീയാണ് കിറയുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എല്ലാവരും വിചാരിക്കുന്ന പോലെ ജെയിംസ് അല്ല നീ ആദ്യം കൊന്ന വ്യക്തി. അത് യാഥാർത്ഥ്യത്തിൽ നിന്റെ അമ്മയുടെ കില്ലറാണ്. ആ കാര്യവും എനിക്കിപ്പോൾ അറിയാം. എന്താണ് നടന്നത് എന്ന് ജെയിംസ് ചോദിച്ചു. ലൈറ്റ് കാര്യങ്ങൾ ചിന്തിച്ചെടുത്തു. മിയയെ കാണുന്നതിന് മുമ്പ് ലൈറ്റ് ഡെത്ത് നോട്ടിൽ കാര്യമായി എഴുതിയിരുന്നല്ലോ. അതെന്തായിരുന്നെന്ന് വെച്ചാൽ ആ നടക്കാൻ പോകുന്ന കാര്യങ്ങളായിരുന്നു. കൊല്ലപ്പെടാൻ പോകുന്ന 2 വ്യക്തികളുടെ അതായത് ക്രിമിനൽസിന്റെ പേര് ലൈറ്റ് എഴുതിയിരുന്നു. അവരെ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസും എഴുതി. അതായത് ലൈറ്റ് വെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ ഒരു ക്രിമിനൽ ഡെത്ത് നോട്ട് എടുത്തുകൊണ്ടുപോയി ലൈറ്റിന്റെ കില്ലിങ്ങുകൾ തുടരണം. മറ്റൊരു ക്രിമിനൽ ഡോക്ടർ ലൈറ്റിനെ രക്ഷപ്പെടുത്തി 2 ദിവസത്തേക്ക് മെഡിക്കൽ മരുന്ന് കൊണ്ട് സൃഷ്ടിക്കുന്ന കോമയിലാക്കണം. അങ്ങനെ നടക്കുമ്പോൾ ലൈറ്റിനെതിരെയുള്ള എല്ലാ കാര്യങ്ങളും മാഞ്ഞുപോകും എന്ന് ലൈറ്റ് മനസ്സിലാക്കിയിരുന്നു. ലൈറ്റ് വിചാരിച്ച പോലെ തന്നെ എല്ലാം നടന്നു. ഡെത്ത് നോട്ട് ലൈറ്റിന്റെ ബോധം തെളിഞ്ഞപ്പോൾ ലൈറ്റിനടുത്ത് എത്തിച്ച ശേഷം ആ ക്രിമിനലുകൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ലൈറ്റ് എഴുതി വെച്ച പോലെ തന്നെ ലൈറ്റിന്റെ പ്ലാൻ വളരെ മികച്ച രീതിയിൽ നടന്നിരുന്നു. ലൈറ്റ് ഇപ്പോൾ കുറ്റവിമുക്തനായി. ഇതേ സമയം മിയയുടെ അടുത്തേക്ക് എത്തിയിരുന്ന എല്ല് അവിടം പരിശോധിച്ചപ്പോൾ ഡെത്ത് നോട്ടിൽ നിന്ന് മിയ കീറിയെടുത്തിരുന്ന പേപ്പറുണ്ടല്ലോ അതിൽ എഴുതിയിരുന്ന കൊല്ലപ്പെട്ട ഏജന്റുമാരുടെ പേരടക്കം എല്ല് വായിച്ചെടുക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലായിരുന്ന എല്ല് അതിലേക്ക് ലൈറ്റിന്റെ പേരുകൂടി എഴുതി ചേർത്തു. തന്റെ പ്രിയപ്പെട്ട വത്താരിക്ക് വേണ്ടിയുള്ള ഒരു പ്രതികാരം എന്ന മട്ടിലായിരുന്നു ലൈറ്റിന്റെ പേര് ആ പേജിൽ എല്ല് എഴുതി ചേർത്തത്. ഇതേ സമയം കോമയിൽ കിടക്കുകയായിരുന്ന ലൈറ്റിന്റെ മറവിലേക്ക് ഡെത്ത് ഗോഡ് റിയൂ കടന്നു വരികയാണ്. എത്തി നോക്കിയൊരു ചിരിയോടെ വല്ലാത്തൊരു ഭാവത്തോടെ റിയൂക്ക് പറഞ്ഞു. മനുഷ്യന്മാരുടെ കാര്യം പറഞ്ഞാൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ലൈറ്റ് രക്ഷപ്പെടുമോ അതോ കൊല്ലപ്പെടുമോ? എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾക്ക് തോന്നുന്നത് കമന്റുകളിൽ പറയുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.